ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് ഇടാൻ പോകുന്ന നല്ല അടിപൊളി ഒരു വാഗ ഷൂട്ടാണ്. നമ്മൾ 2-3 വീഡിയോ നേരത്തെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു വാഗ, മരത്തിൻ്റെ മേളിൽ നിന്നുള്ള അടിയാണ്. അപ്പോൾ കിടില ഷൂട്ടായിരുന്നു. നല്ല സൈസുള്ളൊരു വാഹയെ ഇച്ചിരി പാട് വിട്ട് പിടിച്ച് കയറ്റാൻ. നമ്മൾ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നല്ല അടിപൊളി ഒരു വാഹ ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ മീഡിയം സൈസ് കേട്ടോ. ഒത്തിരി നേരം കൊണ്ട് നിൽക്കാതെ അവിടെ കിടന്ന് കറങ്ങുമോ, അങ്ങനെ നമുക്ക് അതിനെ കിട്ടുന്നത്. ഞാൻ അനങ്ങാതെ ശീലാന്തിയുടെ കീഴിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അടിക്കുന്നതിനെ കേട്ടോ. ഓക്കെ, കുരുങ്ങി മീൻ നമ്മളിറക്കും. കുഴപ്പമില്ല, അടിപൊളി ഇടണം കേട്ടോ. ദാത്തൊന്ന് ചുറ്റിട്ടെ കുരുങ്ങി കേട്ടോ. ഈ സാധനമൊക്കെ ഇതിനെയൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇത് ഒന്ന് ഞാൻ അന്നാ കയറും. എന്താ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആർട്ട് കേട്ടോ, പുതിയത് അടിപൊളി സാധനം. അടിച്ച് പാടി ഉണ്ടോ ഉള്ള കിടുവല്ലേ. അടുത്ത ഒരു ഷൂട്ടിലോട്ട് പോയേ. നമുക്കതിനെ കവറിലാക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ സൈറ്റ്. ഇവിടെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ വാഹയം കിടപ്പുണ്ട്. ഒരു ഇടത്തരം സൈസ് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ചെറുതല്ല, ഇച്ചിരി മീഡിയം സൈസാണ്. ഇതിൻ്റെ മണ്ട കയറിയിട്ട് വേണം നിൽക്കാൻ. ഈ 2 കമ്പിൽ വേണം നമ്മളിങ്ങനെ നിൽക്കാൻ. ഞാനൊരു വലുതിന് ഒരു 3/4 കിലോളം വരുന്നതിനെ കണ്ടത് അടിച്ചതാണ്. പക്ഷേ അടി കൊണ്ട് കൊള്ളുന്നുണ്ട്. അവിടെ ഒരു കമ്പിനകത്ത് തട്ടി ഡാർട്ട് നിന്ന് വെള്ളത്തിൽ ചെന്ന് പടാന്നും പറഞ്ഞ് അടിച്ച ഡാർട്ട് ഞാൻ തിരിച്ചെടുത്തപ്പോഴാണ് ഈ വലുത് വരുന്നത് കണ്ടത്. എന്തായാലും നമ്മളതിനെ വീട്ടിൽ നല്ല അടിപൊളിയൊരു ഷൂട്ടായിരുന്നു. നമുക്ക് ആ ഷൂട്ടിലോട്ടൊന്ന് പോകാം. അപ്പോൾ അതൊക്കെ അതിന് മേളിൽ കയറണം. മേളിൽ കയറിയെങ്കിലേ വല്ലതൊക്കെ നടക്കും. ഞാൻ പനങ്ങായി നിന്ന് നോക്കുമോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നേ. എല്ലാം അവിടെ നിന്നത് സൗണ്ട് കേട്ടോണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഇച്ചിരി നേരം നിന്നെങ്കിലേ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. എല്ലാം നമുക്ക് നോക്കാം. ഇനിയാണ് നമ്മുടെ ഷൂട്ട് വരുന്നത് കേട്ടോ. കമ്പി തട്ടി എന്ന് പറഞ്ഞാൽ മേളത്തെ കമ്പിലല്ല തട്ടിപ്പോകുന്നത്. അടിയിലൊരു കമ്പുണ്ട്, ആ കമ്പിലെ തട്ടി ഡാർട്ട് തെറ്റി മാറിപ്പോകുന്നത് ഉണ്ടോ. അടിയാണ്ടോ കമ്പി തട്ടി മാറിപ്പോയി. ഈ സൗണ്ട് കേട്ടിട്ടാണ് വലുത് വരുന്നത്. നല്ല അടിപൊളി ഓർമ്മ വരുന്നത് കേട്ടോ. ഞാൻ പെട്ടു. ഞാൻ വിചാരിച്ച് ഊരി പോകുന്നു, ഡാർട്ട് പൊട്ടി പോകുന്നു വിചാരിച്ച്. ആകെ പേടിച്ച് ചെയ്യുന്നേ. സത്യം പറഞ്ഞ പേടിച്ച് ചെയ്യുന്നതാണ്. കാരണം എന്താ പറഞ്ഞാൽ തിരിയാൻ പറ്റത്തില്ല. തിരിയാൻ ഒരു വാക്കില്ല, കമ്പുമില്ല, പിടിക്കാനൊരിതുമില്ല. മീനും കിടക്കുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് ഇച്ചിരി ഒന്ന് കറങ്ങി നമ്മൾ അതിനകത്ത് നിന്ന്. ആ മീൻ അനങ്ങാതെ വരുന്നുണ്ട് കേട്ടോ. അനങ്ങാതെ നമ്മൾ അടുത്തെത്തുമ്പോഴേ അടിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ആ കമ്പി തട്ടും. ദൈവമേ, എന്തായി തീരുമെന്ന് ഒന്നും അറിയാൻ വയ്യ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. ആകെ ഇച്ചിരി പാടെ. ആരുമില്ല, സഹായത്തിന് ആരുമില്ല. ആരും ആ പാകത്തേ ഇല്ല. ഇച്ചിരി പെട്ടുപോയി കേട്ടോ.
ഊരിപ്പോയാൽ പോയി. നമ്മുടെ ആദ്യമായിട്ടാണ് നല്ല ഒരെണ്ണം കിട്ടുന്നത്. ഓ എന്തോടോ അത്, എൻ്റെ പൊന്നെ, തിമിങ്ങലത്തിനെയാണോ ഞാൻ അടിച്ചു കയറ്റിയത്? എന്തോ അത് നടന്ന് അപ്പിക്കുന്ന അടി. ഓ എൻ്റെ പൊന്നെ, വയസ്സ്. ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇതിനെ കണ്ടുകൊണ്ട് അവൻ പെട്ട് നിൽക്കുക. ഒന്നും ചെയ്യാൻ വയ്യ. പെട്ടെന്ന് തിരിയാനും പറ്റത്തില്ല. ആകെ പെട്ടിരിക്കുക. പേടിച്ച് നിൽക്കുക ഞാൻ, ആരും ഇല്ലാത്തതുകൊണ്ട്. സെറ്റപ്പ് ഒരു വക. ഷൂട്ടിങ് അതിൻ്റെ തലയുടെ പുറഭാഗത്ത് അമ്പ് കൊണ്ട് പാവം കണ്ടോ. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ ഡാർട്ട് ഫുള്ളങ്ങ് ഇറങ്ങിപ്പോയി. തലക്കടി കൊണ്ട് ഡാറ്റാണ്. വാറക്കത്തിലേ ഇന്ന് എനിക്ക് കിട്ടിയ ഐറ്റങ്ങൾ ഈ 2 എണ്ണേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ സമയം ഒരുപാട് പോയോണ്ട് ഞാൻ പിന്നെ പോരുന്നു, നിന്നില്ല. എടുത്തു വല്ലതും താടാങ്ങി തീർന്നു. ഉണങ്ങുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ചത്തിട്ടത് ഭയങ്കര ഒന്നുണ്ടോ. നമുക്ക് കിട്ടിയതിനകത്ത് വാഹ ചെയ്ത് കേട്ടോ.